എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 9 ശ്ലോകം 26, 27, 28, 29, 30, 31, 32, 33 8 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആ രാക്ഷസനായിട്ട് കാട്ടില് നടക്കുന്ന ആ സൗദാസ മഹാരാജാവ്, അദ്ദേഹത്തിനെ ശപിച്ചല്ലോ വസിഷ്ഠ മഹർഷി രാക്ഷസനായിട്ട് പോട്ടെ എന്ന്. അങ്ങനെ വിശന്നു വലഞ്ഞ് ഒരു മൈഥുനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബ്രാഹ്മണ ദമ്പതികളെ കണ്ടു. അവരിലെ ആ ബ്രാഹ്മണനെ ഭക്ഷിക്കുകയാണ്. അങ്ങനെയാണ് വീണ്ടും അനബദ്ധത ശാപം ഉണ്ടാവുന്നത് എന്ന് പറയുന്നു. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗണപതയേ നമഃ. സരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 26-27. ക്ഷുധാർത്തോ ജഗൃഹേ വിപ്രം തൽപത്ന്യാഘാകൃതാർത്ഥവൽ ന ഭവാൻ രാക്ഷസ സാക്ഷാൽ ഇക്ഷ്വാകൂണാം മഹാരഥ മദയന്ത്യാപതിർവീര നാ അധർമ്മം കർത്തുമർഹസി ദേഹി മേ അപത്യകാമായ അകൃതാർത്ഥം പതിം ദ്വിജം ദേഹോയം മാനുഷോ രാജൻ പുരുഷസ്യാഖിലാർത്ഥത. ക്ഷുധാർത്ഥ വിശപ്പിനാൽ പീഡിതനായിട്ട് വിപ്രം ജഗൃഹേ വിപ്രനെ ഗ്രഹിച്ചു. തൽപത്നി അദ്ദേഹത്തിന്റെ ഭാര്യ അകൃതാർത്ഥവൽ ദീനയായിട്ട് ആഹാ പറഞ്ഞു. ഭവാൻ അങ്ങ് സാക്ഷാൽ രാക്ഷസ എന്നാ പരമാർത്ഥത്തിൽ രാക്ഷസനല്ല. ഇക്ഷ്വാകൂണാം ഇക്ഷ്വാകുക്കളുടെ കൂട്ടത്തിൽ മഹാരഥ മഹാരഥനും മദയന്ത്യാപതി മദയന്തിയുടെ ഭർത്താവുമാകുന്നു. വീര ഹേ വീരനായുള്ളവനെ അധർമ്മം കർത്തും ന അർഹസി അധർമ്മത്തെ ചെയ്യാൻ അർഹനല്ല. അപത്യകാമായാമേ സന്താനത്തെ ആഗ്രഹിക്കുന്ന എന്റെ അകൃതാർത്ഥം കൃതാർത്ഥനല്ലാതിരിക്കുന്ന പതിം ദ്വിജം ദേഹി ഭർത്താവായ ബ്രാഹ്മണനെ ദാനം ചെയ്താലും. രാജൻ ഹേ രാജാവേ മാനുഷ അയം ദേഹ മാനുഷമായ ഈ ദേഹം പുരുഷസ്യ പുരുഷന് അഖിലാർത്ഥത എല്ലാ പുരുഷാർത്ഥങ്ങളെയും നൽകുന്നതാകുന്നു. ഈ സമയം രാക്ഷസ സ്വരൂപനായ രാജാവിന് വിശപ്പോണ്ട് തളർച്ചയുണ്ടായി. അപ്പോൾ നോക്കുമ്പോ ഭക്ഷിക്കാനായിട്ട് ആ ബ്രാഹ്മണനെ കണ്ടു. ആ ബ്രാഹ്മണനെ പിടിച്ചപ്പോ അത് കണ്ട് ദുഃഖിതയായി ആ ബ്രാഹ്മണ പത്നി പറഞ്ഞു, അങ്ങ് ജന്മനാ രാക്ഷസനല്ല, ഇക്ഷ്വാകു മഹാരാജാവിന്റെ കുലത്തിൽ ജനിച്ച മഹാരഥനും മദയന്തിയുടെ ഭർത്താവുമാണ്. ഹേ വീര ഈ അധർമ്മം ചെയ്യണത് അങ്ങേക്ക് യോഗ്യല്ലാട്ടോ. ഞാൻ സന്താനത്തെ ആഗ്രഹിക്കുന്നവളാണ്. എൻ്റെ ഭർത്താവായ ദ്വിജനെ എനിക്ക് തരൂ. അദ്ദേഹവും കൃതാർത്ഥനായിട്ടല്ല, അദ്ദേഹത്തിനും വളരെ ദുഃഖമുണ്ട്. ഹേ രാജാവേ ഈ മനുഷ്യ ശരീരം ധർമാർത്ഥ കാമമോക്ഷങ്ങൾ എന്ന 4 വിധ പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുന്നതിനുള്ള ഉത്തമ സാധനമാകുന്നു. ബ്രാഹ്മണ പത്നി വളരെ ഉപദേശങ്ങൾ കൊടുക്കാണ് ആ രാക്ഷസന്. തസ്മാദസ്യ വധോ വീര സർവാർത്ഥവധ ഉച്യതേ ഏഷ ഹി ബ്രാഹ്മണോ വിദ്വാൻ തപശീല ഗുണാന്വിത. തസ്മാത് അതുകൊണ്ട് വീര ഹേ വീരനായുള്ളവേ അസ്യ വധ ഇദ്ദേഹത്തിന്റെ വധം സർവാർത്ഥവധ ഉച്യതേ സർവപുരുഷാർത്ഥവധം എന്ന് പറയപ്പെടുന്നു. ഏഷ ഇദ്ദേഹം ബ്രാഹ്മണനും വിദ്വാനും തപശീല ഗുണാന്വിത തപസ് സത്സ്വഭാവം മുതലായ ഗുണങ്ങളും ഉള്ളവനാകുന്നു. അതുകൊണ്ട് ഹേ വീര ഈ ശരീരത്തെ വധിക്കുന്നത് സർവ പുരുഷാർത്ഥങ്ങളെയും നശിപ്പിക്കുന്നതായിട്ട് ആണ് മഹാന്മാര് പറയണത്. ഇദ്ദേഹമോ കേവലം ഒരു മനുഷ്യനല്ല, ബ്രാഹ്മണനാണ്. അതിലും വിശേഷിച്ച് പഠിപ്പ് തപസ് സൽസ്വഭാവം മുതലായ ശ്രേഷ്ഠ ഗുണങ്ങളും ഉള്ളവനാണ്. ആരിരാധയേഷുർ ബ്രഹ്മ മഹാപുരുഷ സംജ്ഞിതം സർവഭൂതാത്മഭാവേന ഭൂതേഷു അന്തർഹിതം ഗുണൈഹി ഗുണങ്ങളാൽ
ഭൂതേഷു അന്തർഹിതം, ഭൂതങ്ങളിൽ മറയ്ക്കപ്പെട്ടും, മഹാപുരുഷ സംജ്ഞിതം, മഹാപുരുഷൻ എന്നു പേരുള്ളതുമായ ബ്രഹ്മത്തെ സർവഭൂതാത്മഭാവേന, സർവഭൂതങ്ങളിൽ ആത്മാവെന്ന ഭാവത്താൽ ആരിരാധേഷു ആരാധിപ്പാൻ ഇച്ഛിക്കുന്നവനുമാകുന്നു. ഇത് സാധാരണ ഒരു ബ്രാഹ്മണൻ എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മഹാത്മ്യം എടുത്തു പറയണം. സർവപ്രാണികളിലും ജീവഭാവേന വസിക്കുന്നത് കൊണ്ട് മഹാപുരുഷൻ എന്ന പേരോടുകൂടിയും ഗുണകാര്യങ്ങളായ അഹങ്കാരാദിഭാവങ്ങളാൽ സർവഭൂതങ്ങളിലും മറയ്ക്കപ്പെട്ടുമിരിക്കുന്ന പരബ്രഹ്മത്തെ സർവാത്മഭാവത്താൽ ആരാധിക്കാൻ ഇച്ഛിക്കുന്ന മഹാബ്രാഹ്മണനാണ് ഇദ്ദേഹം. ബ്രാഹ്മണനെ തന്നെ വധിക്കാൻ പാടില്ല, പിന്നെ അതിൽ ബ്രാഹ്മണരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായ മഹാബ്രാഹ്മണനാണ് എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ പത്നി. സോയം ബ്രഹ്മർഷിവര്യസ്തേ രാജർഷി പ്രവരാൽ വിഭോ കഥമർഹതി ധർമ്മജ്ഞ വധം പിതുരിവാത്മജ. സ അയം ബ്രഹ്മർഷിവര്യ, ഈ ബ്രഹ്മർഷി ശ്രേഷ്ഠൻ, വിഭോ ഹേ പ്രഭോ, രാജർഷി പ്രവരാൽ തേ, രാജർഷി ശ്രേഷ്ഠനായ അങ്ങയിൽ നിന്ന്, പിതു ആത്മജ ഇവ, പിതാവിൽ നിന്ന് പുത്രൻ എന്ന പോലെ, ധർമ്മജ്ഞ, ഹേ ധർമ്മജ്ഞനായുള്ളവനെ, കഥം വധം അർഹതി, വധത്തെ എങ്ങനെ അർഹിക്കുന്നു. പിന്നെയും പറയണു ബ്രാഹ്മണ പത്നി, ഹേ തത്വജ്ഞനും ധർമ്മജ്ഞനുമായ പ്രഭു, ബ്രഹ്മർഷി ശ്രേഷ്ഠനായ ഇദ്ദേഹം രാജർഷി ശ്രേഷ്ഠനായ അങ്ങയിൽ നിന്ന് വധത്തെ അർഹിക്കുന്നത് എങ്ങനെ? ബ്രാഹ്മണരെ രക്ഷിക്കാൻ അർഹനായ രാജാവ്, ആ രാജാവ് തന്നെ ബ്രാഹ്മണവധം ചെയ്യണത് പുത്രനെ പിതാവ് വധിക്കുന്നത് പോലെ, അതുപോലെയല്ലേ ധർമ്മം അറിയുന്ന അങ്ങ് ഈ പ്രവൃത്തി എങ്ങനെയാ ഇങ്ങനെ ചെയ്യണത് ചോദിക്കാം. അസ്യ സാധോരപാപസ്യ ഭ്രൂണസ്യ ബ്രഹ്മവാദിന കഥം വധം യഥാ ബഭ്രോർ മന്യത്തെ സന്മതോ ഭവാൻ. അപാപസ്യ, പാപരഹിതനും, ഭ്രൂണസ്യ, അധ്യയനാദി സമ്പന്നനും, ബ്രഹ്മവാദിന, വേദാർത്ഥം ഉപദേശിക്കാൻ സമർത്ഥനും, സാധു തസ്യ, സാധുവുമായ അദ്ദേഹത്തിന്റെ വധത്തെ, ബഭ്രോവധം ഇവ, ധേനുവിന്റെ വധത്തെ എന്ന പോലെ, സന്മത ഭവാൻ, സത്തുക്കൾക്ക് അഭിമതനായ അങ്ങ്, കഥം മന്യതേ, എങ്ങനെ വിചാരിക്കുന്നു. വേദം മുഴുവനും അഭ്യസിച്ചും വേദാർത്ഥം ഉപദേശിക്കാൻ സമർത്ഥനും പാപരഹിതനായും സജ്ജനങ്ങളിൽ സജ്ജനങ്ങളുമായിരിക്കുന്ന, സാധു ആയിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ വധം പശുവധത്തിന് തുല്യല്ലേ? സജ്ജനങ്ങൾക്ക് സമ്മതനായ ഭവാൻ ഈ അധർമ്മം ചെയ്യാൻ തുടരുന്നത് എന്താ? ഇങ്ങനെ അധർമ്മം ചെയ്യാൻ ഭാവിക്കണത് എന്ന് ചോദിക്കാൻ. സജ്ജനങ്ങൾക്ക് സമ്മതനായ ഒരു രാജാവല്ലേ അങ്ങ്? അങ്ങനെ തന്നെ ഈ അധർമ്മം എങ്ങനെ അങ്ങനെ ചെയ്യാൻ ഭാവിക്കണത് ചോദിക്കുന്നു ബ്രാഹ്മണ പത്നി. യദ്യയം ക്രിയതേ ഭക്ഷ തർഹി മാം ഘാതപൂർവത ന ജീവിഷ്യേ വിനായേന ക്ഷണം ച മൃതകം യഥാ. ഏന വിന, യാതൊരുവനോട് കൂടാതെ, ക്ഷണം ന ജീവിഷ്യേ, ക്ഷണകാലവും ജീവിക്കാൻ ഞാൻ ഇച്ഛിക്കുന്നില്ലയോ. അയം ഭക്ഷ യതി ക്രിയതേ, ഇദ്ദേഹത്തിന് ഭക്ഷണമാക്കപ്പെടുന്നു എങ്കിൽ, മൃതകം യഥാ മാം, ശവതുല്യയായ എന്നെ പൂർവ്വതഘാത, ആദ്യമേ ഭക്ഷിച്ചാലും. ഇദ്ദേഹത്തെ പിരിഞ്ഞിട്ട് അല്പസമയം പോലും ജീവിച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ഭർത്താവിനെ അങ്ങ് ഭക്ഷിക്കാനാണ് ഉറച്ചിരിക്കണതെങ്കിൽ മൃതപ്രായയായ എന്നെ ആദ്യം ഭക്ഷിച്ചോളൂ എന്ന് പറയാണ്. അദ്ദേഹം മരിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, ഇപ്പൊ തന്നെ മരിച്ച പോലെയാണ് ഞാനിരിക്കുന്നത്, എന്നെ അങ്ങ് ഭക്ഷിച്ചോളൂ. ഏവം കരുണഭാഷിണ്യ വിലപന്ത്യാ അനാഥവൽ വ്യാഘ്ര പശുമിവാഘാതൽ സൗദാസ ശാപമോഹിത. ഏവം കരുണഭാഷിണ്യ, പ്രകാരം ദുഃഖിച്ചു പറയുകയും, അനാഥവത് വിലപന്ത്യ, അനാഥയെപ്പോലെ കരയുകയും ചെയ്തുകൊണ്ടിരിക്കെ, ശാപമോഹിത സൗദാസ, ശാപത്താൽ മോഹിച്ചിരിക്കുന്ന സൗദാസൻ, വ്യാഘ്ര പശും ഇവ, വ്യാഘ്രം പശുവിനെ എന്ന പോലെ, ആഘാതൽ ഭക്ഷിച്ചു. ഇതൊക്കെ കുറെയൊക്കെ പറഞ്ഞിട്ടും, അങ്ങ് രാജാവാണ്, ഒരു രാക്ഷസനല്ല എന്നൊക്കെ മുമ്പിലത്തെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തൂല. പക്ഷെ ആ രാക്ഷസന്റെ സ്വഭാവമാണ് അപ്പൊ അദ്ദേഹത്തിന് മുന്തി നിന്നിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചെവിയിൽ ഇതൊന്നും പോയില്ല. പ്രകാരം ആ ദുഃഖിച്ച് പറയുകയും അനാഥയെ പോലെ എങ്ങനെ കരയുകയും ചെയ്യുന്ന ആ വിപ്രപത്നിയിൽ ഒരു കാരുണ്യം അദ്ദേഹത്തിന് തോന്നിയില്ല. അങ്ങനെ ആ ശാപഗ്രസ്തനായ സൗദാസൻ പുലി പശുവിനെ എങ്ങനെ പിടിക്കുക അതുപോലെ ആ ബ്രാഹ്മണനെ ഭക്ഷിച്ചു. അപ്പൊ അതാ ബ്രാഹ്മണ പത്നി വീണ്ടും സൗദാസനെ ശപിക്കുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം
ഗോവിന്ദ ഗോവിന്ദ.